ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിൻ്റെ ബാക്കി പാർട്ടുകളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കുറേ ചെറിയ പ്രോബ്ലംസ് ഒക്കെ കണ്ടിരുന്നു. എന്തായിരുന്നു? റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ സെക്കൻഡ് ഇയറിൽ ചോദിക്കുന്ന മെയിൻ പാർട്ടിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ഒക്കെ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ അതിലെ മെയിൻ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകുന്ന കണ്ടീഷൻസ് അല്ലേ. ഒന്നെങ്കിൽ 1 മെനി 1 ഇൻറ്റു ഓൺ ടു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊരു മെയിൻ പാർട്ടാണ്. ഇത് ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചോദിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്റ്റേറ്റ് ആയിക്കോട്ടെ CBC ആയിക്കോട്ടെ എന്തായാലും. പക്ഷേ ഈ രണ്ട് ബോർഡുകളിലും ചോദിക്കുന്ന വേറെ കുറച്ച് പാർട്ടുകളും കൂടിയുണ്ട്. ഇപ്പോൾ റിലേഷനെ സംബന്ധിച്ചാണെങ്കിൽ ഇക്വലൻസ് റിലേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇക്വലൻസ് റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ റിലേഷൻ്റെ ഡൊമൈൻ റേഞ്ച് ഒക്കെ കണ്ടുപിടിക്കാനുണ്ടാവും, ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുണ്ടാവും. അതേപോലെ തന്നെ ഫംഗ്ഷൻ്റെയും ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുണ്ടാവും. അതേപോലെ തന്നെ മെയിൻ ഒരു ടോപ്പിക്കാണ് ഫംഗ്ഷനിലെ മെയിൻ ഒരു ടോപ്പിക്കാണ് ബൈനറി ഓപ്പറേഷൻ. നമ്മൾ ഡിലീറ്റഡ് ആണെങ്കിലും അതിന് തൊട്ട് മുൻപുള്ള ഒരു പോർഷൻ ഉണ്ട്, കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ലേ. കോമ്പോസിറ്റ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്കുണ്ടാവും. അതേപോലെ തന്നെ വേറൊരു ടോപ്പിക്കാണ് ഒരു ഫംഗ്ഷൻ തന്നതിന് ശേഷം ഈവൺ ആണോ ഓഡ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. ദ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഓഡ് ആണോ ഈവൺ ആണോ എന്നുള്ള ചോദ്യം. ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് ഓഡ് ഓർ ഈവൺ. അല്ലെങ്കിൽ കുറേ ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഓഡ് ഫംഗ്ഷൻ ഏതാ ഇല്ല ഈവൺ ഫംഗ്ഷൻ ഏതാ എന്ന് സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബാക്കിയുള്ള ടോപ്പിക്കുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കൂടി നമുക്കിന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൺ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ഉള്ള ഒരു പ്രോബ്ലം ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് ആൻ ഈവൺ ഫംഗ്ഷൻ. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്ത് 4 ഫംഗ്ഷൻസ് ഉണ്ട്. ഈ ഫംഗ്ഷൻസ് 4 ഗിവൺ ഫംഗ്ഷൻസ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. എന്താ, ഓപ്ഷൻസ് എല്ലാം ഉറപ്പായിട്ടും ഫംഗ്ഷൻ ആണ്. ഇനി ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിലേതാണ് ഈവൺ ഫംഗ്ഷൻ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ഓഡാണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് f(x) ആണ് തന്നിരിക്കുന്നത് അല്ലേ. f(x) ആണ് എപ്പോഴാണെങ്കിലും ക്വസ്റ്റ്യൻസിൽ f(x) തരും. അതിൽ ഫംഗ്ഷൻ ഈവൺ ആണോ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, f(-x) കണ്ടുപിടിക്കുക. f(-x) കണ്ടുപിടിക്കുക. അതായത് എന്താ, എക്സിന് പകരം -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് ഉള്ളിടത്തെല്ലാം f(x)ൽ എച്ച് ഉള്ളിടത്തെല്ലാം -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് f(x) നമ്മൾ സോൾവ് ചെയ്ത് പോകുമ്പോൾ -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് f(x) തന്നെയാണ് എങ്കിൽ ആ ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. f(x) തന്നെ f(-x) ചെക്ക് ചെയ്യുമ്പോൾ f(x) തന്നെ കിട്ടിയാൽ അതെന്തായിരിക്കും, അത് ഈവൺ ഫംഗ്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ f(-h) നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് f(x)ന് പകരം -f(x) ആണെങ്കിൽ അതെന്തായിരിക്കും, അത് ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. f(x) നമുക്ക് തരും, ക്വസ്റ്റ്യനിൽ f(x) തന്നിട്ടുണ്ടായിരിക്കും. അതിൽ f(-h) ചെക്ക് ചെയ്യുക. -h ചെക്ക് ചെയ്യുമ്പോൾ f(x) കിട്ടുകയാണെങ്കിൽ ഈവൺ ഫംഗ്ഷൻ, -f(x) കിട്ടുകയാണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മൾ ഓഡാണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രണ്ട് കണ്ടീഷൻസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈവൺ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷനും എടുത്ത് ചെക്ക് ചെയ്യണം. ഓരോ ഓപ്ഷനും എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഏതാ കിട്ടുന്നതെന്ന് നോക്കുന്നു. ഈവൺ ഫംഗ്ഷൻ കിട്ടുന്നിടം വരെ എന്തായാലും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താ, f(x) തന്നിട്ടുണ്ട്. f(x) ഈസ് ഈക്വൽ ടു a(h) പ്ലസ് a(-h) ഡിവൈഡഡ് ബൈ a(h) മൈനസ് a(-h). ഓക്കെ, f(x) നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, f(-h) കണ്ടുപിടിക്കാൻ പോവുക. f(-h) ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, f(x) തന്നിട്ടുണ്ട്, f(-h) കാണണം. ഇവിടെ എച്ചിന് പകരം ഇവിടെ താഴെയുള്ളത് -h ആണ്. സോ എന്താണ്, ഇവിടുത്തെ എച്ചുകളിലെല്ലാം ആരെ ഇട്ട് കൊടുക്കുക, -h ഇട്ട് കൊടുക്കുക. എച്ചിന് പകരം -h ഇട്ട് കൊടുക്കുക. ഇതേണ്ടേ a(h)ന് പകരം a(-h) ആകും. പ്ലസ് ഇവിടെ a(-) ഓൾറെഡി അവിടെ uള്ള ഒരു മൈനസ്, h എന്ന് പറയുന്നത് -h കൂടി ആകുമ്പം a(-) വരും. ഡിവൈഡഡ് ബൈ a(-) മൈനസ് a(-) വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, a(-) പ്ലസ് a(-) ഈ -h എന്താ, പോസിറ്റീവ് h ആവും. ഡിവൈഡഡ് ബൈ a(-) മൈനസ് a(-) ഓക്കെ, നമുക്ക് f(-h) കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കാൻ നോക്കിയേ. ഇവിടെ മുകളിൽ കിടക്കുന്ന അതേ ഫോമിൽ തന്നെ കൊണ്ടുവരണം. ഇവിടെ മുകളിൽ നോക്കിയേ, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഏത് ടേമാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, a(-) പവറിൽ പോസിറ്റീവ് ടേം a(-)ന്റെ ടേമുകളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് f(-h)ലും അങ്ങനെ തന്നെ എഴുതാം. എന്താണ്, ഇവിടുത്തെ a(-) ആണ്, അതിനെ രണ്ടാമത് എഴുതാൻ പറ്റുമോ, a(-h) പ്ലസ് a(-) ന്യൂമറേറ്ററിൽ അങ്ങനെ എഴുതുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അഡീഷൻ ആണ്, രണ്ടിടത്തും കൂട്ടുന്ന രണ്ട് സംഖ്യകൾ കൂട്ടാണ്. അത് നമ്മൾ a+b ഈസ് ഈക്വൽ ടു b+a കമ്മ്യൂട്ടേറ്റീവ് ലോ അഡീഷനിൽ
അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ താഴെ നോക്കിയേ, താഴെ സബ്ട്രാക്ഷൻ ആണ് അല്ലേ, സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയും നമ്മൾ a⁻h മുൻപിൽ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു മൈനസ് കോമൺ എടുത്തു. ഓക്കെ, താഴെ ഡിനോമിനേറ്ററിൻ്റെ അകത്ത് ഒരു മൈനസ്, ന്യൂമറേറ്ററിൽ a⁻h എന്ന് പറയുന്ന ഫോം a⁻hന്റെ ടേമിനെ ആദ്യം കൊണ്ടുവരാൻ ഒരു പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി എഴുതാം, ഒരു കുഴപ്പമില്ല. പക്ഷേ താഴെ നോക്കിയേ, താഴെ a⁻hനെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മൈനസ് കോമൺ എടുത്തു, പുറത്തെടുത്തു. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, a⁻h മൈനസ് a⁻h വരും അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോമൺ ആണ്, a⁻h പ്ലസ് a⁻h ഡിവൈഡഡ് ബൈ a⁻h മൈനസ് a⁻h. ഇനി നമ്മുടെ f(-h) ഇങ്ങനെ, സോറി ഇത് കാണത്തില്ലായിരിക്കും അല്ലേ, താഴോട്ട് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോമൺ എടുത്തു, a⁻h പ്ലസ് a⁻h ഡിവൈഡഡ് ബൈ a⁻h മൈനസ് a⁻h. ഇനി നമ്മുടെ f(-h) കിട്ടി. f(-h) ആരുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, f(h) ആയിട്ടാണ് അല്ലേ. f(-h) എന്ന് പറയുന്നത് f(h) ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. f(-h) എന്ന് പറയുന്നത് നമുക്ക് കിട്ടി -f(h) തന്നെയാണ്, -f(h). കാരണം എന്താ, ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് എന്താ, ബ്രാക്കറ്റിൽ കിടക്കുന്നത് f(h) ആണ്. അപ്പം -f(h) ആണ് നമുക്ക് കിട്ടിയത്. f(-h) ചെയ്യുമ്പോൾ -f(h) ആണ് കിട്ടിയത്. അപ്പോൾ f(-h) നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് -f(h) ആണ്. ദാറ്റ് ഇംപ്ലൈസ് the given function is an odd function എന്ന് പറയാം അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താ, f(-h) എന്ന് പറയുന്നത് -f(h) എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ എന്താണ്, അത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പം നമുക്ക് വേണ്ടത് ഈവൻ ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ ഇങ്ങനെ ഓരോന്നും ഭയങ്കര ലാഗടിച്ച് പോയിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണ്, അടുത്ത ഓപ്ഷൻ നമ്മൾ പെട്ടെന്നെടുത്ത് ചെയ്യാം. അടുത്ത ഓപ്ഷൻ പെട്ടെന്നെടുത്ത് ചെയ്താൽ എന്താണ്, f(h) is equal to a⁻h plus 1 ഡിവൈഡഡ് ബൈ a⁻h മൈനസ് 1 എന്നാണ് തോന്നുന്നു അല്ലേ. a⁻h plus 1 ഡിവൈഡഡ് ബൈ a⁻h മൈനസ് 1. ഇവിടെ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. f(h) നമുക്ക് തന്നിട്ടുണ്ട്. f(-h) നോക്കാം, ഈസ് ഈക്വൽ ടു a⁻h പ്ലസ് 1 ഡിവൈഡഡ് ബൈ a⁻h മൈനസ് 1. a⁻h പ്ലസ് 1 ഡിവൈഡഡ് ബൈ a⁻h മൈനസ് 1. ഇവിടെ നോക്കിയേ, ഇത് നമുക്ക് വെറുതെ കമ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ, പവറിലാണ് മൈനസ് വന്നിരിക്കുന്നത് അല്ലേ. a⁻hന്റെ പവറിലാണ് മൈനസ് വന്നിരിക്കുന്നത്. ഈ പവറിൽ വന്ന് മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എന്താണ്, a⁻h എന്ന് പറയുന്നത് 1/a⁻h അല്ലേ. a⁻h എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ a⁻h ആണ്, പ്ലസ് 1 എന്ന് എഴുതാം. a⁻h പ്ലസ് 1 ന്യൂമറേറ്റർ ആയി, ഡിനോമിനേറ്റർ എന്ത് വരും, 1/a⁻h മൈനസ് 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതൊന്ന് നമ്മൾ LCM എടുത്തു കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 1 പ്ലസ് a⁻h ഡിവൈഡഡ് ബൈ a⁻h കോമൺ ആയിട്ട് എടുക്കാമല്ലോ, ഡിവൈഡഡ് ബൈ എന്ത് വരും, 1 മൈനസ് a⁻h ഡിവൈഡഡ് ബൈ a⁻h എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ ഈ a⁻hഉം ഈ a⁻hഉം ക്യാൻസലായി, മിച്ചം എന്തുണ്ട്, 1 പ്ലസ് a⁻h ഡിവൈഡഡ് ബൈ 1 മൈനസ് a⁻h. ഇപ്പോൾ നമ്മുടെ എയുടെ പവറിലുള്ള നെഗറ്റീവ് എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് സിംപ്ലിഫൈഡ് ഫോമാണ്. ഇതിനെ ഇനി എന്ത് ചെയ്യണം, നമ്മൾ f(h)ന്റെ അകത്ത് മുമ്പേ കണ്ടതുപോലെ ഓൾറെഡി ഫസ്റ്റ് കിടക്കുന്നത് a⁻hന്റെ ടേംസ് ആണ്. അപ്പോൾ ഇവിടെയും a⁻hന്റെ ടേംസിനെ നമുക്ക് ആദ്യം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കിയേ. a⁻h ന്യൂമറേറ്ററിൽ ഒരു പ്രശ്നമില്ല, a⁻h പ്ലസ് 1 എന്ന് എഴുതാം. 1 പ്ലസ് a⁻h എന്ന് പറയുന്നത് a⁻h പ്ലസ് 1 തന്നെയാണ്. താഴെ നോക്കിയേ, താഴെ നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ ഒരു മൈനസ് കോമൺ എടുക്കേണ്ട വരുമല്ലേ, a⁻h മൈനസ് 1 അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, a⁻h പ്ലസ് 1 ഡിവൈഡഡ് ബൈ a⁻h മൈനസ് 1. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് f(h) തന്നെയാണ്. സോ നമ്മളിവിടെ ചെയ്തപ്പോൾ f(-h) ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, f(-f)(h) കിട്ടി അല്ലേ. അതുകൊണ്ട് എന്ത് ഫംഗ്ഷനാണത്, -f(h) കിട്ടിയ സ്ഥിതിക്ക് അത് ഓഡ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ഓഡ് ഫംഗ്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഈവൺ ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാം. അടുത്തത് ഈവൺ ഫംഗ്ഷൻ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. f(h) ഈസ് ഈക്വൽ ടു, തേർഡ് ഓപ്ഷൻ, f(h) ഈസ് ഈക്വൽ ടു h ഇൻറ്റു f(h) ഈസ് ഈക്വൽ ടു h ഇൻറ്റു a⁻h മൈനസ് 1 ഡിവൈഡഡ് ബൈ a⁻h പ്ലസ് 1 ആണെന്ന് തോന്നുന്നു അല്ലേ. f(h) ഈസ് ഈക്വൽ ടു h ഇൻറ്റു a⁻h മൈനസ് 1 ഡിവൈഡഡ് ബൈ a⁻h പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, f(-h) കാണാൻ പോവാണ്. f(-h) ഈസ് ഈക്വൽ ടു എച്ചിൻ്റെ സ്ഥാനത്ത് എല്ലാം ആരെ ഇടുക,
മൈനസ് എച്ച് എടുക്കുക, മൈനസ് എച്ച് ഇൻറ്റു എ റൈസ് ടു മൈനസ് എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു മൈനസ് എച്ച് പ്ലസ് 1. പവറിൽ മൈനസ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തോ അതുപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുക. മൈനസ് എച്ച് ഇൻറ്റു എ റൈസ് ടു മൈനസ് എച്ച് എന്ന് പറയുന്നത് 1 ബൈ എ റൈസ് ടു എച്ച് ആണ്, മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ബൈ എ റൈസ് ടു എച്ച് പ്ലസ് 1. ഓക്കെ, പവറിൽ മൈനസ് ഉള്ളതുകൊണ്ട് നമ്മൾ 1 ബൈ എന്ന് എടുക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, മൈനസ് എച്ച് അതേപോലെ തന്നെ ഉണ്ട്. ഇനി 1 മൈനസ് എ റൈസ് ടു എച്ച് ഡിവൈഡഡ് ബൈ എ റൈസ് ടു എച്ച് അല്ലേ, 1 മൈനസ് എ റൈസ് ടു എച്ച് ഡിവൈഡഡ് ബൈ കോമൺ ആയിട്ട് എ റൈസ് ടു എച്ച് ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. താഴത്തെ ഡിനോമിനേറ്റർ എന്ത് വരും, 1 പ്ലസ് എ റൈസ് ടു എച്ച് ഡിവൈഡഡ് ബൈ എ റൈസ് ടു എച്ച്. രണ്ടും ക്യാൻസൽ ചെയ്യാം, എന്ത് വരും, മൈനസ് എച്ച് ഇൻറ്റു 1 മൈനസ് എ റൈസ് ടു എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ റൈസ് ടു എച്ച് വരും. എഫ് ഓഫ് എച്ചിനകത്ത് എ റൈസ് ടു എച്ച് ആണ്, എ റൈസ് ടു എച്ചിൻ്റെ ടേംസ് ആണ് ആദ്യം കിടക്കുന്നത്. സോ നമുക്ക് ഇവിടെയും മൈനസ് കോമൺ എടുക്കാം. മൈനസ് എച്ച് ഇൻറ്റു മൈനസ് ഇതേണ്ട ഞാൻ പുറത്തെടുത്തു, എന്ത് വരും, എ റൈസ് ടു എച്ച് പ്ലസ് 1 സോറി എ റൈസ് ടു എച്ച് മൈനസ് 1. ന്യൂമറേറ്റർ എന്ത് വരും, എ റൈസ് ടു എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു എച്ച് പ്ലസ് 1. ഓക്കെ, ഡിനോമിനേറ്റർ പ്രശ്നമില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു മൈനസും ഉണ്ട്, ഇവിടുത്തെ ഒരു മൈനസും ഉണ്ട്. അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, പോസിറ്റീവ് എച്ച് ആവും. എ റൈസ് ടു എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു എച്ച് പ്ലസ് 1. ഇതെന്ത് തന്നെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് തന്നെയാണ്. ഓക്കെ, എഫ് ഓഫ് എച്ചും നമ്മൾ എഫ് ഓഫ് മൈനസ് എച്ച് ചെയ്ത് വന്നപ്പോൾ കിട്ടിയതും എന്ത് തന്നെയാണ്, എഫ് ഓഫ് എച്ച് തന്നെയാണ്. സോ നമുക്ക് പറയാം എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ഇറ്റ് സെൽഫ്. ദാറ്റ് ഇംപ്ലൈസ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഈവൺ ഫംഗ്ഷൻ. ഗിവൺ ഫംഗ്ഷൻ ഈസ് ഈവൺ ഫംഗ്ഷൻ എന്ന് തന്നെ എഴുതുക. ഓക്കെ, ബോർഡ് എക്സാമിനാണെങ്കിൽ ഇതെല്ലാം എഴുതുക. എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു സിൻസ് എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എച്ച് എഫ് ഓഫ് മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് തന്നെയാണ്. സോ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൺ ഫംഗ്ഷൻ ആണ്. അപ്പം തേർഡ് ഫംഗ്ഷൻ ആണ് നമുക്ക് ഈവൺ ഫംഗ്ഷൻ ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് ആൻ ഈവൺ ഫംഗ്ഷൻ എന്നാണ്. ഇതിൽ ഏത് ഫംഗ്ഷൻ ആണ് ഈവൺ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം തേർഡ് ഓപ്ഷൻ ആണ്. അപ്പം ഇത് ഫസ്റ്റ് പ്രോബ്ലം, ഇത് നമ്മൾ കാണാത്തത് കൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഈവൺ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ രണ്ട് കണ്ടീഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കിയേ. ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ആണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണ്, നമ്മൾ എഫ് ഓഫ് ജി ഓഫ് എച്ച് എന്നോ എഫ് ഓഫ് എച്ച് എന്നോ ഒക്കെ പറയാം അല്ലേ. കോമ്പോസിറ്റ് ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻസ്, ഒരു ഫംഗ്ഷൻ പോകുന്നു അതിൽ നിന്ന് പിന്നെയും ഫംഗ്ഷൻ പോകുന്നതിനാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ പറയുന്നത് അല്ലേ. ഇവിടെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ പോകുന്നു, അതിൽ നിന്ന് പിന്നെയും ഫംഗ്ഷൻ പോകുന്നു, ഫംഗ്ഷൻ ജിയോ എഫോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ 3 ഗ്രൂപ്പ് ഓഫ് സെറ്റിൽ നിന്ന് വരുന്ന ഫംഗ്ഷൻസ് ആണ് നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ചോദ്യം ചോദിക്കുക, എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞ് നമുക്ക് തരും. ഓക്കെ, എഫ് ഓഫ് എച്ച് തരും, ഇനി അതിന് ശേഷം ചിലപ്പോൾ ജി ഓഫ് എച്ച് തരും, എന്നിട്ട് എഫ് ഓഫ് ജി ഓഫ് എച്ചോ ഇല്ല എഫ് ഓഫ് എച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. സിമ്പിളാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കിവിടെ എഫ് ഓഫ് എച്ച് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 1 ആണ് അല്ലേ. എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 1 ആണ്. എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട ഈ എഫ് ഓഫ് എച്ച് എന്ന് പറയുന്ന സാധനം വേണ്ട ഈ എഫിൻ്റെ അകത്ത് വരും, ഫംഗ്ഷൻ്റെ അകത്ത് വരും അല്ലേ. അപ്പോൾ അതെന്ത് വരും, ഈ എച്ചിൻ്റെ സ്ഥാനത്തെല്ലാം ഈ ഒരു ടേം തന്നെ വരും. ഈ എച്ചിന് പകരം ആരാ വരുന്നത്, ഇവിടെ എച്ചിന് പകരം വന്നിരിക്കുന്ന എഫ് ഓഫ് എച്ച് ആ. ഈ സെക്കൻഡ് ലൈനിൽ എച്ചിന് പകരം വന്നിരിക്കുന്ന ആരാ, എഫ് ഓഫ് എച്ച് തന്നെയാണ്. അപ്പോൾ ഈ എച്ച് വരുന്നിടത്തെല്ലാം നമ്മൾ ആരെ ചേർക്കണം, എഫ് ഓഫ് എച്ചിനെ ചേർക്കണം. അതായത് എഫ് ഓഫ് എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എച്ച് പ്ലസ് 1 വരും അല്ലേ. ഇവിടെ എച്ചിന് പകരം വന്നിരിക്കുന്നത് എഫ് ഓഫ് എച്ച് ആണ്. സോ എച്ചിന് പകരം നമ്മൾ ആരെ ചേർക്കുന്നു, എഫ് ഓഫ് എച്ചിനെ ചേർക്കുന്നു. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ത് വരും, എഫ് ഓഫ് എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എച്ച് പ്ലസ് 1 വരും. ഇനി എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 1 ആണ്. ഇത് ന്യൂമറേറ്റർ മാത്രമാണ് -1 എഫ് ഓഫ് എച്ച്, ഇവിടുത്തെ ഫസ്റ്റ് എഫ് ഓഫ് എച്ച് ആണിത് അല്ലേ. ഇനി താഴെയും എഫ് ഓഫ് എച്ച് ഉണ്ട്, എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 1, പിന്നെ എന്താണ് പ്ലസ് 1 ആണ്. ഓക്കെ, പ്ലസ് 1 ആണ്. ഇനിയിപ്പോൾ നമ്മൾ എൽസിഎം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, എച്ച് മൈനസ് 1 മൈനസ് ഈ 1 ഇവിടെ എച്ച് പ്ലസ് 1 ആവും അല്ലേ. എന്താവും, എച്ച് പ്ലസ് 1 തന്നെയാവും, ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 1. ഓക്കെ, ഇനി താഴെ എന്ത് വരും, എച്ച് മൈനസ് 1 പ്ലസ് എച്ച് പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 1. ഇതാണ്ട് ഇവിടുത്തെ എച്ച് പ്ലസ് 1ഉം എച്ച് പ്ലസ് 1ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഫ്രാക്ഷൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ ഒത്തിരി സാധനങ്ങൾ വരുമ്പോൾ പേടിക്കേണ്ട, നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുന്ന ടേംസ് ഉറപ്പായിട്ടും അതിൻ്റെ അകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുന്ന ടേംസ് ഉണ്ടോ എന്ന് നോക്കുക, അത് ക്യാൻസൽ ചെയ്ത് കളയുക.
അതിനുശേഷം നോക്കിയേ എച്ച് മൈനസ് വൺ ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് എച്ച്, ഈ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് വൺ തന്നെയാണ് അല്ലേ, ഡിവൈഡഡ് ബൈ താഴെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എച്ച് മൈനസ് വൺ പ്ലസ് എച്ച് പ്ലസ് വൺ ആണ്. ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ, ഇവിടെയും ക്യാൻസൽ ആയി പോകുന്ന ടേംസ് ഉണ്ടല്ലോ. ഇവിടെ മുകളിൽ ഒരു എച്ചും ഉണ്ട് മൈനസ് എച്ചും ഉണ്ട്, എച്ച് മൈനസ് എച്ചും ഉണ്ട്, താഴെ മൈനസ് വണ്ണും ഉണ്ട് പ്ലസ് വണ്ണും ഉണ്ട്, മൈനസ് വണ്ണും ഉണ്ട് പ്ലസ് വണ്ണും ഉണ്ട്. മിച്ചം ആരോ ഉള്ളത് ഇവിടെ ഒരു മൈനസ് വൺ ഉണ്ട്, മൈനസ് വൺ എന്ന് പറയുന്നത് മൈനസ് ടു ആണ്, ഡിവൈഡഡ് ബൈ അടുത്ത ആരാ എച്ച് പ്ലസ് എച്ച് ആണ്, എച്ച് പ്ലസ് എച്ച് എന്ന് പറയുന്നത് 2h ആണ്. അപ്പോൾ മുകളിലും താഴെയും 2 വന്നിട്ടുണ്ട്, എന്ത് കട്ട് ചെയ്ത് കളയാം, ഡിവൈഡഡ് ബൈ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എച്ച് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്, എച്ചിൻ്റെ സ്ഥാനത്തല്ല എഫ് ഓഫ് എച്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. നമ്മുടെ ഓപ്ഷൻസിലുണ്ടോ മൈനസ് വൺ ബൈ എച്ച്, ഓപ്ഷൻ 2. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോമ്പോസിറ്റ് ഫംഗ്ഷനും ഇതുപോലെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അത് നമ്മൾ എന്താണ് എഫ് ഓഫ് എച്ച് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടാവും, രണ്ട് ഫംഗ്ഷൻസ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എച്ചോ ജി ഓഫ് എഫ് ഓഫ് എച്ചോ എഫ് ഓഫ് ജി ഓഫ് എച്ചോ ഇതൊക്കെ എന്താണോ ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓപ്പറേഷൻസ് സിമ്പിളായിട്ട് ചെയ്യുക. ഒരു കാരണവശാലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ചെയ്യരുത്. എന്തെങ്കിലും മൈനസോ പ്ലസോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമുക്ക് ഈ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ടേംസ് ഒക്കെ ആയിപ്പോവും. ഇനി ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ തന്നെ നേരെ തിരിഞ്ഞൊന്നും പോകില്ല. ഒരു കാരണവശാലും ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത പ്രോബ്ലം നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടി ചെയ്യാം. അടുത്ത ഒരു പ്രോബ്ലം ആണ് ഇതായി നോക്കിയേ, എഫ് ഓഫ് എച്ച് തന്നിട്ടുണ്ട്, ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് കണ്ടു, പ്രോബ്ലംസ് കണ്ടു. അതോടൊപ്പം തന്നെ പിന്നെ ചോദിച്ചിരുന്നത് എന്താ, കോമ്പോസിറ്റ് ഫംഗ്ഷനുമായിട്ട്. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ നെഗറ്റീവ് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൺ ഫംഗ്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒരു ടോപ്പിക്ക് കണ്ടു. ഇനി എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്ക് ഒരു പ്രോബ്ലം കണ്ടു. ഇനി അടുത്ത ഒരു മെയിൻ ടോപ്പിക്ക് തന്നെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. അതും സ്പെഷ്യലി എന്താണ് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് എഫ് ഓഫ് എച്ച് തന്നിട്ടുണ്ടാവും. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എച്ച് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇൻവേഴ്സ് എന്താ എഫ് ഓഫ് എച്ച് ആണ് എങ്കിൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താ എഫ് ഓഫ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച്, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, എഫ് ഓഫ് എച്ച് ആണ്. അപ്പോൾ എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് y ആണ് അല്ലേ. അപ്പുറത്തോട്ട് തന്നെ ചെയ്യാം. അവിടെ നമ്മുടെ റേഞ്ച് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ഡിഫൈൻസ് ഫ്രം 1, ഇൻഫിനിറ്റി എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to ഇൻഫിനിറ്റി ആണ്. അത് ഡൊമെയിൻ ആണ്. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 2 ഇൻഫിനിറ്റിയിലേക്കാണ് പോയിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ഈ റേഞ്ച് നമുക്ക് തരുന്നുണ്ട് എങ്കിൽ എവിടം തൊട്ട് എവിടം വരെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, എവിടം തൊട്ട് എവിടം വരെയാണ് എന്ന് സ്പെസിഫൈ ചെയ്ത്, അതും പർട്ടിക്കുലർലി ചിലപ്പോൾ റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പർ R to R ആകാം, ഇല്ലെങ്കിൽ പർട്ടിക്കുലർലി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അത് എന്തെങ്കിലും ഒരു ക്ലൂ ആയിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ശരിക്കും വെറുതെ നമ്മൾ എഫ് ഓഫ് എച്ച് കിട്ടി ഇനി ഫംഗ്ഷൻ ചെയ്തു പോകാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം 2 ആൻസറൊക്കെ കിട്ടും. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നല്ല ക്ലിയർ ആയിട്ട് വായിക്കുക. അവിടെ എന്തെങ്കിലും ക്ലൂ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ റേഞ്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെയാണെന്ന് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു ക്ലൂ കാണും. അപ്പോൾ നമുക്ക് ചെയ്തു പോകാം. അത് ശ്രദ്ധിക്കുക. എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 1/h ആണ്. അത് താഴേക്ക് പോയതാണ് കേട്ടോ, ഇത് താഴെയാണ്, ഇതിൻ്റെ ബാക്കിയാണ്. എച്ച് പ്ലസ് 1/h ആണ്. ഓക്കെ, എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 1/h. ഈ എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് നമുക്ക് y ഈസ് ഈക്വൽ ടു എന്ന് എഴുതാമല്ലോ. എഫ് ഓഫ് എച്ച് തന്നെയാണ് y അല്ലേ, എച്ച് പ്ലസ് 1/h. y ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 1/h ആണ് അല്ലേ, എച്ച് പ്ലസ് 1/h ആണ്. ഇതിനെ y ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം. എച്ച് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം. ഈ എച്ച് ഡിനോമിനേറ്ററിലുള്ള എച്ചിനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. y അല്ലേ, എച്ച് വൈ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, നമുക്കിവിടെ നമുക്ക് ഇനി ടേംസ്, അതായത് എച്ചിനെ മാത്രം നമുക്ക് എച്ചിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു സംതിങ് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി. നമുക്ക് എഫ് ഓഫ് എച്ച് ആയിരിക്കും തന്നിരിക്കുക, y ഈസ് ഈക്വൽ ടു എന്ന ഫോമിലായിരിക്കും തന്നിരിക്കുക. നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എച്ച് ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ആക്കുക. എച്ച് ഈസ് ഈക്വൽ ടു എച്ചിനെ മാത്രം നിർത്തി എച്ച് ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ആക്കുക. എച്ച് ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ആക്കി കഴിയുമ്പോൾ ഇൻ ടേംസ് ഓഫ് y ആണ് കിട്ടുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് എച്ച് എന്ന് പറയുന്നത് നമുക്ക് ആ വൈയുടെ ടേംസിൽ കിട്ടിയ സെയിം ടേംസിനെ, അതിൻ്റെ ആ പോർഷനെ വൈക്ക് പകരം
എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രം മാറ്റി എഴുതിയാൽ മതി. അതാണ് ഇൻവേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടെ എച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി സോൾവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഒളിഞ്ഞ് കിടപ്പുണ്ട്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒളിഞ്ഞ് കിടപ്പുണ്ട്. ക്വാഡ്രാറ്റിക് ഇൻ ടേംസ് ഓഫ് എച്ചിൻ്റെ ടേംസിൽ ക്വാഡ്രാറ്റിക് ഒളിഞ്ഞ് കിടപ്പുണ്ട്. അതിനെ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എച്ചിൻ്റെ വാല്യൂ എച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, എച്ച് വൈ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം എച്ച് സ്ക്വയർ മൈനസ് എച്ച് വൈ. ഞാൻ ഇതാണ്ട് ഈ എച്ച് വൈയെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാണ്. എച്ച് സ്ക്വയർ മൈനസ് എച്ച് വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം അല്ലേ. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ എ ഈസ് ഈക്വൽ ടു 1 ആണ്, ബി ഈസ് ഈക്വൽ ടു എന്താണ്, ബി ഈസ് ഈക്വൽ ടു മൈനസ് വൈ ആണ്. ബി ഈസ് ഈക്വൽ ടു മൈനസ് വൈ ആണ്. നോക്കിയേ, എച്ച് വൈ ആണ് മൈനസ് എച്ച് വൈ ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് മൈനസ് വൈ ആണ്. സി ഈസ് ഈക്വൽ ടു 1 ആണ്. സി ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എച്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുല അറിയാം. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല? എന്താ, എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ഡിവൈഡഡ് ബൈ 2a. നമ്മൾ പല ചെറിയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. 10ാം ക്ലാസ്സിൽ ഉറപ്പായിട്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ്. എന്താ, എച്ച് കണ്ടുപിടിക്കാൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ സെയിം ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഇവിടെ എയും ബിയും സിയും എല്ലാം നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇവിടെ എഴുതാം. എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി, ബി എന്ന് പറയുന്നത് മൈനസ് വൈ ആണ്. അപ്പോൾ മൈനസ് ബി എന്ന് പറയുന്നത് വൈ ആയിരിക്കും അല്ലേ. വൈ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, ബി എന്ന് പറയുന്നത് മൈനസ് വൈ ആണ്. മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് വൈ സ്ക്വയർ തന്നെയാണ്. ഓക്കെ, വൈ സ്ക്വയർ, വൈ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. 4ac എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു 1 സി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് വൈ സ്ക്വയർ മൈനസ് 4 എന്ന് മാത്രം മതി അല്ലേ. വൈ സ്ക്വയർ മൈനസ് 4 ആണ്. തീർന്നോ? വൈ സ്ക്വയർ മൈനസ് 4ൽ തീർന്നോ? ഇല്ല. ഡിവൈഡഡ് ബൈ 2a, അതായത് 2ഉം കൂടിയുണ്ട്. ഡിവൈഡഡ് ബൈ 2ഉം കൂടിയുണ്ട് ഇല്ലേ, ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി എച്ച് ഈസ് ഈക്വൽ ടു ഇൻ ടേംസ്, അതായത് നമുക്ക് വേണ്ടത് ആരെയാ, വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു വൈ തന്നെയാണ്. എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എച്ചിൽ നമുക്കൊരു സാധനം ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ആക്കുക. അപ്പോൾ അത് ഇൻ ടേംസ് ഓഫ് വൈ വരും. ഇവിടെ എല്ലാം ആരാ കിടക്കുന്നത്, വൈ മാത്രമേ ഉള്ളൂ, എച്ച് ആരും അവിടെ കിടപ്പില്ല. അപ്പോൾ എന്ത് ചെയ്യാതെ മതി, എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് എന്നും പറഞ്ഞാൽ, എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈയുടെ സ്ഥാനത്തെല്ലാം ആര് വരുന്നതാ, എച്ച് വരുന്നതാണ്. ഓക്കെ, വൈയുടെ സ്ഥാനത്തെല്ലാം എച്ച് വരുന്നതാണ്. ഇവിടെ നോക്കിയാൽ വൈക്ക് പകരം ആരെ ഇട്ട് കൊടുക്കുക, എച്ച് ഇട്ട് കൊടുക്കുക. എച്ച് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്കിവിടെ 2 ആൻസേഴ്സ് വരുന്നുണ്ട്. എച്ച് പ്ലസ് വേണ്ടേ, ഒന്നെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എച്ച് പ്ലസ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അതേപോലെ തന്നെ എച്ച് മൈനസ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 2ഉം കൂടിയുണ്ട്, 2ഉം കൂടിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ വരും, 2 ആൻസർ വരുന്നു. ഇല്ലെങ്കിൽ നോക്കിക്കേ, ഒന്നെങ്കിൽ ഇവിടെ എച്ച് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ആ ടേമിലായിരിക്കണം ആൻസർ വരേണ്ടത്. പക്ഷേ ഇവിടെ നോക്കിക്കേ, എച്ച് പ്ലസ് ഓർ മൈനസ് എവിടെയെങ്കിലും ഉണ്ടോ, പ്ലസും മൈനസും ഉണ്ടോ, ഇല്ല. അപ്പോൾ ഈ ടേം അല്ല നമുക്ക് വന്നിരിക്കുന്ന, ഇത് രണ്ടും അല്ല ആൻസർ. ഒന്നെങ്കിൽ ഇതും വരാം, ഇതും വരാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് എച്ച് പ്ലസ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് 4/2ഉം എച്ച് മൈനസ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് 4/2 ആണ്. ഇപ്പോൾ 2 ഓപ്ഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ആണ്, സോൾവ് ചെയ്യുമ്പോൾ എത്ര ഓപ്ഷൻ ഉണ്ടാവും, ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഉറപ്പായിട്ടും 2 ഫോംസ് ഉണ്ടാവും, 2 ആൻസേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ 2 ആൻസേഴ്സ് നമുക്ക് കിട്ടി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്, ഇതിലേത് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ അവസാനത്തെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടുള്ള എന്തെങ്കിലും ക്ലൂ ആയിരിക്കും. ഇവിടെ നോക്കിയേ, എഫ് ഡിഫൈൻസ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to infinity 2, ക്ലോസ്ഡ് ഇൻ്റർവൽ 2 to infinity. അതായത് ഈ 2 മുതൽ അതിൻ്റെ റേഞ്ച് എവിടെയാണ് കിടക്കുന്നത്, റേഞ്ച് കിടക്കുന്നത് 2 to infinity-യിലാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ 2 to infinity ആണ്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, നമുക്ക് 2 ആൻസർ കിട്ടിയതിൻ്റെ അകത്തെ ഈ ടേം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലേ. ഈ ടേം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് റേഞ്ചിൽ വരുമോ, ഇത് ഉറപ്പായിട്ടും റേഞ്ചിൽ വരില്ല. അപ്പോൾ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. എന്താണ് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് എന്ന് പറയുന്നത്, എച്ച് പ്ലസ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇതേണ്ട എച്ച് പ്ലസ് റൂട്ട് ഓഫ്
എച്ച് പ്ലസ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കൺഫ്യൂഷൻ വരാതെ ഇരിക്കണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് എന്തെങ്കിലും ക്ലൂ കിടപ്പുണ്ടോ എന്ന് ശ്രദ്ധിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് വായിച്ചു പോവുക. ഏത് ക്വസ്റ്റൻ ആണെങ്കിലും ഇവിടെ തന്നെ ഏത് ക്വസ്റ്റൻ ആണെങ്കിലും ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശരിക്കും ശ്രദ്ധിച്ചേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒന്ന് നോക്കിയേ. ലെറ്റ് എഫ് ഫ്രം ഡിഫൈൻസ് ഫ്രം ആർ ടു ആർ. എന്താ പറഞ്ഞത്? ആർ ടു ആർ റിയൽ നമ്പേഴ്സ് ആണ്. ഇനി അവിടെ പറഞ്ഞു ജി അതേപോലെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫും ജിയും ഉണ്ട്. ആർ ടു ആർ ആണ് അല്ലേ? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ചോദിച്ചത്. അതെ, ബി ടു ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷൻ തന്നെ എഫ് ഓഫ് എച്ച് തന്നിട്ടുണ്ട്, ജി ഓഫ് എച്ച് തന്നിട്ടുണ്ട് അല്ലേ? എഫ് ഓഫ് എച്ച് ഇസിക്കൽ ടു 2h മൈനസ് 3 ആണ്. ജി ഓഫ് എച്ച് ഇസിക്കൽ ടു എച്ച് ക്യൂബ് പ്ലസ് 5 ആണ്. ദ ഫംഗ്ഷൻ എഫ് ഓഫ് ജി ദ ഹോൾ ഇൻവേഴ്സ് ഓഫ് എച്ച്, എഫ് ഓഫ് ജി ദ ഹോൾ ഇൻവേഴ്സ് ഓഫ് എച്ച് ആണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ബോട്ട്നസ് റൂളൊക്കെ പഠിച്ചിട്ടുള്ള, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചേക്കുന്നത്? ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചേക്കുന്നത് ബ്രാക്കറ്റിൽ കിടക്കുന്നത് ചെയ്യാനാണ് പഠിപ്പിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ ബ്രാക്കറ്റിൽ കിടക്കുന്നത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുകയാണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് ബ്രാക്കറ്റിൽ കിടക്കുന്ന എഫ് ഓഫ് ജി ആണ് അല്ലെ? എഫ് ഓഫ് ജി അതിൻ്റെ ഹോൾ ഇൻവേഴ്സ് ഓഫ് എച്ച് കാണണം. അതിൻ്റെ ഹോൾ ഇൻവേഴ്സ് ഓഫ് എച്ച് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം കണ്ടാലോ? എഫ് ഓഫ് ജി കണ്ടാലോ? എഫ് ഓഫ് ജി എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് ജി ഓഫ് എച്ച് ആണ് അല്ലേ? എഫ് ഓഫ് ജി ഓഫ് എച്ച് ആണ്. അതായത് എഫ് ഓഫ് എച്ചിൻ്റെ എച്ചിൻ്റെ സ്ഥാനത്ത് ആര് വന്നു? ജി ഓഫ് എച്ച് വന്നു. എഫ് ഓഫ് എച്ചിൻ്റെ അകത്ത് എഫ് ഓഫ് എച്ചിൻ്റെ സ്ഥാനത്ത് ജി ഓഫ് എച്ച് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് എന്താ? ഇവിടെ 2h മൈനസ് 3 ആണ്. അതിലെ എച്ചിൻ്റെ സ്ഥാനത്ത് ആര് വരും? ജി ഓഫ് എച്ച് വരും. അതായത് 2 ഇൻറ്റു ജി ഓഫ് എച്ച് മൈനസ് 3 അല്ലേ? 2 ഇൻറ്റു ജി ഓഫ് എച്ച് മൈനസ് 3 അതാണ് എഫ് ഓഫ് ജി ഓഫ് എച്ച് എന്ന് പറയുക. അപ്പോൾ നോക്കിയാൽ 2 ഇൻറ്റു ജി ഓഫ് എച്ച് മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ജി ഓഫ് എച്ച് എന്താ? എച്ച് ക്യൂബ് പ്ലസ് 5 മൈനസ് 3 ആണ്. ഓക്കെ, ഇതൊന്ന് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2h ക്യൂബ് പ്ലസ് 10 മൈനസ് 3 that is equal to 2h cube plus 7 വരും. 2h cube plus 7. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബ്രാക്കറ്റിലുള്ളത് കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ ടോട്ടലായിട്ട് ഇൻവേഴ്സാ എഫ് ഓഫ് ജി ദ ഹോൾ ഇൻവേഴ്സ് ഓഫ് എച്ച് ആ കാണണ്ടേ? അപ്പോൾ എഫ് ഓഫ് ജി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എഫ് ഓഫ് ജി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് ജി കിട്ടിയിട്ടുണ്ട്, എഫ് ഓഫ് ജി ഓഫ് എച്ച് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2h ക്യൂബ് പ്ലസ് 7 ആണ് അല്ലേ? 2h ക്യൂബ് പ്ലസ് 7 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പേ തന്ന പോലെ നമുക്കിപ്പോൾ വേണ്ട എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് തന്നു. അതിനെ നമ്മൾ y ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മുമ്പേ ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെയും എഫ് ഓഫ് ജി ഓഫ് എച്ചിൻ്റെ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ടേമിനെ മൊത്തം നമ്മൾ y ആക്കുക. മുമ്പേ ചെയ്തതുപോലെ എഫ് ഓഫ് എച്ചിനെ y ആക്കിയതുപോലെ തന്നെ ഈ ടേമിനെ മൊത്തം കൂടി നമ്മൾ y ആക്കി കഴിഞ്ഞാൽ എന്ത് വരും? y ഈസ് ഈക്വൽ ടു 2h ക്യൂബ് പ്ലസ് 7 വരും. y is equal to 2h cube plus 7 വരും. ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇതാണ്, ഞാനിത് ലെഫ്റ്റ് സൈഡിൽ എഴുതുകയാണ് കേട്ടോ, തിരിച്ച് നേരെ എഴുതുകയാണ്. 2h cube plus 7 is equal to y. എനിക്കിതാ ഇഷ്ടം. അപ്പോൾ 2h cube is equal to ഈ 7 ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? y മൈനസ് 7 ആയി. നമ്മുടെ എന്താ ലക്ഷ്യം? എന്താ? എച്ച് ഈസ് ഈക്വൽ ടു എന്ന് മാത്രമാക്കണം. എച്ചിനെ നമ്മൾ ഒരു സിംഗിൾ ടൈം ആയിട്ട് അവിടെ നിർത്തുക. എച്ച് ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ആക്കുക. അതിനുശേഷം എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ആണെങ്കിൽ ഇൻവേഴ്സ് കാണുമ്പോൾ വൈയുടെ സ്ഥാനത്തെല്ലാം ആരെ ഇട്ട് കൊടുക്കുക? എച്ചിനെ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. മുമ്പേ നമ്മൾ കണ്ടിരുന്നു. അപ്പം ഇവിടെ എച്ച് തന്നെ ആക്കാനായിട്ടാണ് നമ്മളിവിടെ 7 ഇവിടെ അധികപ്പറ്റായിട്ട് കിടക്കുന്ന ഇവിടെ 7ഉം ക്യൂബും 2 എല്ലാം ഉണ്ട്. അതിനെല്ലാം മാറ്റാൻ പോവാണ്. അപ്പോൾ 2h ക്യൂബ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 3 y മൈനസ് 7 ആണ്. ഇനി ഈ 2വിനെ കളയാം. എച്ച് ക്യൂബ് ഈസ് ഈക്വൽ ടു എന്ത് വരും? y മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. y മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. എച്ച് ക്യൂബ് ആണ് y മൈനസ് 7. എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? y മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ റേസ് ടു 1/3 ആയിരിക്കും. എച്ച് എന്ന് പറയുന്നത് 1/3. അപ്പം നമുക്ക് എന്താ വേണ്ടത്? എഫ് ഇൻവേഴ്സ് ഓഫ് ആണ് വേണ്ടത്. എഫ് ഇൻവേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഇൻവേഴ്സ് ആണ് എഫ് ഓഫ് ജി ഓഫ് എച്ച്. ജി ഓഫ് എച്ച് ദ ഹോൾ ഇൻവേഴ്സ് ഓഫ് എച്ച് ആണ്. അതായത് ഇവിടുത്തെ എച്ചിൻ്റെ സ്ഥാനത്ത് ഇവിടുത്തെ വൈയുടെ സ്ഥാനത്ത് ആരെ ഇട്ടാൽ മതി? എച്ചിനെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി. എച്ച് മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ റേസ് ടു 1/3. എച്ച് മൈനസ് 7 ഹോൾ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ റേസ് ടു 1/3 അല്ലേ? എച്ച് മൈനസ് 7 ഇത് തന്നെയല്ലേ? അതെ, എച്ച് മൈനസ് 7 ബൈ 2 ദ ഹോൾ റേസ് ടു 1/3 എന്ന് വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻവേഴ്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ y is equal to എന്ന ഫോമിൽ എഴുതുക. എച്ചിനെ മാത്രമാക്കി y is equal to h ഇൻ ടേംസ് ഓഫ് എച്ച് ആണ് കിട്ടുന്നത്. എച്ചിനെ മാത്രമായിട്ട് നിർത്തി h is equal to എന്ന ഫോമിലേക്ക് മാറ്റി എഴുതുക. അതിനുശേഷം ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് h is equal to ഇൻ ടേംസ് ഓഫ് എച്ച്
ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വൈയുടെ ടേമിലായിരിക്കും കിട്ടുക. ആ വൈയുടെ ടേമിൽ വൈയെ ആരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എക്സിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലം. ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഇത്രയും മാത്രം ചെയ്താൽ മതി. ഏറ്റവും അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്, എക്സ് ആയിട്ട് തിരിച്ചെഴുതുന്ന കാര്യം ഒരു കാരണവശാലും മറക്കരുത്. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ആൻസർ. വേണ്ട ഇവിടെയും ഇൻവേഴ്സ് കാണാനായിട്ടുള്ള വേറൊരു ചെറിയൊരു പ്രോബ്ലം കൂടിയുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x - 4 ഡിവൈഡഡ് ബൈ 5. 3x - 4 ഡിവൈഡഡ് ബൈ 5 ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ തന്നെയാണ്. വൈ ഈസ് ഈക്വൽ ടു 3x - 4 ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പം വീണ്ടും നമുക്ക് ഈ വൈയെ വേണ്ട ഇങ്ങോട്ട് കൊണ്ടുപോയി ഈ ഡിനോമിനേറ്ററിനെ ഇപ്പുറത്തോട്ട് കൊണ്ടു കഴിഞ്ഞാൽ 5y ഈസ് ഈക്വൽ ടു 3x - 4. 5y ഈസ് ഈക്വൽ ടു 3x - 4. ഞാനിവിടെ ഈ 5yനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് വരും? 3xനെ ഞാൻ എന്താ വൈയെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുവരാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x - 4 ഡിവൈഡഡ് ബൈ 5 ആണ്. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 3x - 4 ബൈ 5 ആണ്. ഓക്കെ, 5 ഞാൻ അപ്പുറത്ത് കൊണ്ടുവരുന്നു. 5y ഈസ് ഈക്വൽ ടു 3x - 4 ആണ്. 3x - 4 ആണ്. ഇതിൽ ഞാൻ 3xനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? 3xനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 5y ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. 3x അല്ലെങ്കിൽ ഈ 5y ഇപ്പുറത്ത് കൊണ്ടുവരണ്ട, ഈ 4നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. 3x ഈസ് ഈക്വൽ ടു എന്ത് വരും? 5y + 4 വരും അല്ലേ? 3x ഈസ് ഈക്വൽ ടു 5y + 4 വരും. ദാറ്റ് ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു 5y + 4 ഡിവൈഡഡ് ബൈ 3 വരും അല്ലേ? അപ്പുറത്തോട്ട് ഒന്ന് എഴുതാം. x ഈസ് ഈക്വൽ ടു 5y + 4 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് വൈയുടെ ഒരു ടേമിൽ നമുക്കൊരു പോർഷൻ കിട്ടിയിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ എക്സ് വൈയുടെ സ്ഥാനത്ത് ആരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എക്സിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5x + 4 ഡിവൈഡഡ് ബൈ 3. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5x + 4 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ഇവിടെ ഉണ്ടോ നോക്കിയേ, 5x + 4 ഡിവൈഡഡ് ബൈ 3. ഓപ്ഷൻ 3 ആയിരിക്കും. അപ്പോൾ ഇൻവേഴ്സ് കാണാനായിട്ട് വേറെ വലിയ പാടൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഏറ്റവും അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം ഒരു കാരണവശാലും നമ്മൾ മിസ്സാക്കി പോകരുത്. ഓക്കെ, നമ്മുടെ റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഫംഗ്ഷൻ്റെ വേറെ ഒരു ടോപ്പിക്കാണ് ബൈജക്റ്റീവ്. ഇന്നലെ നമ്മൾ 1 ആണോ 1 ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൽ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് വരും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ. ഇതൊരു നേരത്തെ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ശരിക്കും ഇതിൻ്റെ ആൻസർ 1 എന്ന് തന്നെയാണ്. പക്ഷേ അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താ 1 ആണെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചിരുന്നു എഫ് ഓഫ്, അത് ഡയഗ്രമാറ്റിക്കലി നമ്മൾ കാണിച്ചിരുന്നു. എന്താണ് അതിൻ്റെ പ്രൂഫ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന 1 ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് x1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? ഇത് ചെയ്തു പോകുമ്പോൾ x1 ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടണം. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ 1 ആണോ എന്ന് ചെയ്യാനായിട്ട് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എടുക്കുക. ചെയ്തു പോകുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് x1 ഈസ് ഈക്വൽ ടു h2 എന്ന് കിട്ടണം. അപ്പോൾ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് h2. എഫ് ഓഫ് x1 എന്ന് പറയുന്നത് നമുക്ക് എഴുതാം 4x1 + 7 ആണ് അല്ലേ? എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എഫ് ഓഫ് x1 എഴുതാം 4x1 + 7 എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 4h2 + 7. h2 എഫ് ഓഫ് h2 നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ രണ്ടിടത്തും 7 ആഡ് ചെയ്യുന്നുണ്ട്, രണ്ടും നമുക്ക് മൈനസ് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? 4h1 ഈസ് ഈക്വൽ ടു 4h2. രണ്ടിടത്തും 4 വന്നിട്ടുണ്ട്. 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ h1 ഈസ് ഈക്വൽ ടു h2 എന്ന് കിട്ടും. അപ്പം എഫ് ഓഫ് h1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് h1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് h2. ദാറ്റ് ഇംപ്ലൈസ് h1 ഈക്വൽ ടു h2. ഇതാണ് നമ്മുടെ റൂള്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള റൂള്. ഇതെന്ത് ഫംഗ്ഷനാണ്? ഇത് 1 ഫംഗ്ഷനാണ്. വേറെ കണ്ണു അടച്ച് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. 1 ആണ് എന്ന് പ്രൂവ്ഡായി. ഇനി അപ്പുറത്ത് മെനി വൺ ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ എന്താ പ്രശ്നം? മെനി വൺ ആണോ അല്ലെങ്കിൽ തെളിയിക്കണമെങ്കിൽ 1 അല്ലാണ്ടാവണം. പക്ഷെ നമ്മുടെ ഇവിടെ 1 എന്ന് കിട്ടി. ഇനി താഴെയുള്ള ഓടും ഈവൺ ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഓപ്ഷനിൽ ഒരെണ്ണം ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 ഫംഗ്ഷനാണ്. അപ്പോൾ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എഫ് ഓഫ് h1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് h2 ചെയ്തു പോകുക. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് എന്ത് കിട്ടും? h1 ഈസ് ഈക്വൽ ടു h2 എന്ന് കിട്ടും. കിട്ടണം. കിട്ടിയാൽ മാത്രമേ അത് 1 ആവുള്ളൂ.
h1 നോട്ട് ഈക്വൽ ടു h2 ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, അത് മെനി വൺ ഫംഗ്ഷൻ ആയിരിക്കും. ചെയ്തു പോകുമ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ചെയ്തിട്ട് നമുക്ക് h1 നോട്ട് ഈക്വൽ ടു h2 ആണ് കിട്ടുന്നതെങ്കിൽ അത് മെനി വൺ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, വീണ്ടും ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3h + 2 ഡിവൈഡഡ് ബൈ 5h - 3. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3h + 2 ഡിവൈഡഡ് ബൈ 5h - 3. ഇത് തന്നിട്ടുണ്ട്, ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അത് എന്താണ്, എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. എക്സിന് പകരം എഫ് ഓഫ് എക്സ് വന്നു, അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. 3 × എഫ് ഓഫ് എക്സ്, 3 × എഫ് ഓഫ് എക്സ് + 2 ഡിവൈഡഡ് ബൈ 5 × എക്സിന് പകരം ആര് വരും, എഫ് ഓഫ് എക്സ് വരും, -3. ഇതല്ലേ ചെയ്യണ്ടേ. എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആര് വന്നു, എഫ് ഓഫ് എക്സ് വന്നു. അത് തന്നെ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാൻ എന്ത് വരും, 3 × എഫ് ഓഫ് എക്സ് നമുക്കറിയാം. 3 × എന്താണ്, 3h + 2 ഡിവൈഡഡ് ബൈ 5h - 3 ആണ് എഫ് ഓഫ് എക്സ്. പിന്നെ എന്തുണ്ട്, +2 ഉണ്ട്. അത് മിസ് ചെയ്ത് പോകരുത്, ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എഴുതുക. × 5 × ഇവിടുത്തെ എഫ് ഓഫ് എക്സിന് പകരം എന്താണ്, 3h + 2 ഡിവൈഡഡ് ബൈ 5h - 3. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്താൽ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 3 × 9h + 2 ഡിവൈഡഡ് ബൈ 9h + 6 അല്ലേ. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9h + 6 ഡിവൈഡഡ് ബൈ 5h - 3 + 2 ഡിവൈഡഡ് ബൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15h + 10 ഡിവൈഡഡ് ബൈ 5h - 3 -3 എന്ന് വരും അല്ലേ. അടുത്ത വഴിയിലേക്ക് എഴുതാം. 9h + 6 ഡിവൈഡഡ് ബൈ 5h - 3 5h - 3 + 2 ഡിവൈഡഡ് ബൈ 15h - 10h 15h - 10 15h + 10 by 5h - 3 -3 ആണ്. ഓക്കെ, ഇത് കിട്ടി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്കിത് കിട്ടി. ഇനി ഇപ്പോൾ +2 ഒരു 2 ആഡ് ചെയ്യണം, താഴെ ഒരു 3 മൈനസ് ചെയ്യണം. നമ്മൾ LCM എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 9h + 5 + 2 × 5h - 3 the whole divided by 5h - 3. ഇത് ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ, ഇത്രയും സാധനങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ. ഇനി ബാക്കി താഴെയും കൂടി ഉണ്ട്. 15h + 10 - 3 × 5h - 3 ഡിവൈഡഡ് ബൈ 5h - 3. ഈ 5h - 3യും 5h - 3യും ക്യാൻസൽ ആയി പോയല്ലോ. മിച്ചം എന്തുകൊണ്ട്, 9h + 5 പ്ലസ് ഈ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10h വരും. -2 × -3 എന്ന് പറയുന്നത് 6 -6 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും, ഡിവൈഡഡ് ബൈ 15h + 10 -3 × 5h എന്ന് പറയുന്നത് -15h തന്നെയാണ് അല്ലേ. പ്ലസ് ഇവിടെ -3 ആണ്, അകത്തും -3 ആണ്, +9 വരും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 19h. ഇവിടെ ഒരു 10h ഉണ്ട്, ഇവിടെ 9h ഉണ്ട്. 19h മൈനസ് ഇവിടെ ഒരു 5 +5 ആണ്, ഇപ്പുറത്ത് എന്താണ് -6 ആണ്. അപ്പോൾ എന്ത് വരും, -1 വരും. ഡിവൈഡഡ് ബൈ അല്ലേ, ഡിവൈഡഡ് ബൈ എന്താണ് 15h -15h എന്ന് പറയുന്നത് 0 ആയപ്പോൾ 10 + 19 വരും അല്ല. നമ്മുടെ ഇവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. 2 × h + 39 സോറി, ഇവിടെ 5 അല്ലല്ലോ, ഇവിടെ 6 ആണ്. ഓക്കെ, 9h + 6 ആണ് കേട്ടോ. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്, എഴുതിയപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. 9h + 6 ഇവിടെ 9h + 6 ആണ്. അപ്പം ഇവിടെ ന്യൂമറേറ്ററിൽ +6 ആണ്. അപ്പോൾ ഈ -6ഉം +6ഉം ക്യാൻസൽ ആയിപ്പോയി. -6ഉം +6ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 19h ഡിവൈഡഡ് ബൈ 19 എന്ന് വരും. 19ഉം ക്യാൻസൽ ആയാൽ ആൻസർ എന്ത് വരും, h വരും. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് h തന്നെയാണ്. നമ്മുടെ ഓപ്ഷൻ 1 ആണ്.
ഓക്കെ, എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് നമുക്ക് ചെയ്തു വന്നപ്പോൾ കിട്ടുന്നത് എന്താണ്? എച്ച് തന്നെയാണ്. സോ ആൻസർ ഈസ് 1. ഇനി അടുത്ത ഒരു പ്രോബ്ലം, ഇതും കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഒരു വാല്യൂ, പർട്ടിക്കുലർ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ, അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തൊട്ട് പഠിക്കുന്നതാണ്. ഫംഗ്ഷൻ്റെ അകത്ത് വാല്യൂ എഫ് ഓഫ് എക്സ് വന്നാൽ എഫ് ഓഫ് എ കണ്ടുപിടിക്കാനായിട്ടുള്ള ടൈപ്പുള്ള പ്രോബ്ലംസ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പോൾ അതേ പോർഷൻസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ അകത്ത് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ഓക്കെ, ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ 3/2 ആണ്. എക്സിന് പകരം 3/2 വിലയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അതായത് ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ആരെ ഇട്ട് കൊടുക്കുക? എഫ് ഓഫ് എക്സിനെ ഇട്ട് കൊടുക്കുക. അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആരാണ്? ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സിന് പകരം 2x - 1/2 എഫ് ഓഫ് എക്സിനെ ഇട്ട് കൊടുത്തു അല്ലേ പ്ലസ് 2 വരണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x - 1 പ്ലസ് 4/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3/2 ആണ്. 2x പ്ലസ് 3/2 ആണ്. ഇതെന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം നമുക്ക് 3/2 വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജി ഓഫ് എഫ് ഓഫ് 3/2 ആണ്. ജി ഓഫ് എഫ് ഓഫ് 3/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് 3/2 വന്നു പ്ലസ് 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ്ട് ഇവിടെയും 2 ക്യാൻസൽ ആയിപ്പോയി. 3 പ്ലസ് 3/2 വരും. ദാറ്റ് ഈസ് ഈക്വൽ 6/2 ഈസ് ഈക്വൽ ടു 3. ദ ആൻസർ ഈസ് ഓപ്ഷൻ 1, 3. അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഇല്ലെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ തല പോകേണ്ട കേസൊന്നുമില്ല. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനുള്ള കേസേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒരു ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. മുമ്പേ നമ്മൾ ഇൻവേഴ്സ് 2 എണ്ണമൊക്കെ കണ്ടുപിടിച്ചു. എഫ് ഓഫ് എച്ച് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു വൈ എന്ന് തന്നെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലേ? എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് വൈ തന്നെയാണ്. വൈ ഈസ് ഈക്വൽ ടു 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x ആണ്. 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x ആണ്. ഓക്കെ, നമുക്കിവിടെ ഡിനോമിനേറ്റർ ഉള്ളതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? y ഇൻറ്റു 1 മൈനസ് 3x ഈസ് ഈക്വൽ ടു 2x പ്ലസ് 1. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എച്ച് ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ആക്കാൻ പോവാണ്. എച്ച് ഈസ് ഈക്വൽ ടു എച്ചിനെ മാത്രമായിട്ട് നിർത്താൻ പോവാണ്. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ y മൈനസ് 3xy ഈക്വൽ ടു 2x പ്ലസ് 1. ഇവിടെ വേണ്ട ഒരു എക്സിൻ്റെ ടേം ഒന്ന് കിടപ്പുണ്ടല്ലോ, അവനെ അവിടെ നിർത്തിയാൽ ശരിയാവില്ല. അവനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരണം. ഇവിടെയുള്ള അധികപ്പറ്റായിട്ട് കിടക്കുന്ന 1നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പം y മൈനസ് 1, ഈ പോസിറ്റീവ് 1 എന്ന് പറയുന്ന അപ്പുറം പോകുമ്പോൾ -1 ആവും, ഈസ് ഈക്വൽ ടു 2x പ്ലസ് ഇവിടുത്തെ മൈനസ് 3xy എന്ന് പറയുന്നത് 3xy ആവും. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഇനി എച്ചിനെ ഞാൻ ഈ സൈഡിൽ കോമൺ എടുക്കാൻ പോവാം. എച്ച് ഇൻറ്റു എച്ചിനെ ഞാൻ കോമൺ എടുത്തു. ഇവിടെ എന്ത് വരും? 2 പ്ലസ് 3y വന്നു അല്ലേ? എച്ച് ഇൻറ്റു 2 പ്ലസ് 3y ഈസ് ഈക്വൽ ടു y മൈനസ് 1 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാം y മൈനസ് 1 ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു 2 പ്ലസ് 3y. 2 പ്ലസ് 3y ആണ്. അപ്പോൾ നമുക്ക് എഴുതാം എച്ചിനെ മാത്രമായിട്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ എന്ത് വരും? y മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3y എന്ന് എഴുതാം. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എന്ന ഫോമിൽ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ വൈയുടെ സാധനത്തിനെ ഇൻ ടേംസ് ഓഫ് എച്ച് ആക്കിയാൽ മതി. എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3h എന്ന് എഴുതുക. എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3h. എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3h അല്ല കിട്ടിയേ? എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3h. 3h പ്ലസ് 2 അല്ലേ? ഓപ്ഷൻ 1 എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 3h പ്ലസ് 2 ആണ് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇൻവേഴ്സ് കാണാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. 3 or 4 പ്രോബ്ലംസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഇപ്പോൾ എഫ് ഓഫ് എച്ച് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ആണ്. 1 മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് കോസ് എച്ച് ആണ്. എഫ് ഓഫ് കോസ് എച്ച് ആണ്. അതിൽ നമുക്ക് ആദ്യം എഫ് ഓഫ് കോസ് എച്ച് നോക്കാം. എഫ് ഓഫ് കോസ് എച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ? എച്ചിൻ്റെ സ്ഥാനത്ത് ആര് വരും? കോസ് എച്ച് വരും. അപ്പോൾ 1 മൈനസ് കോസ് എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എച്ച്. നമുക്ക് എഫ് ഓഫ് കോസ് എച്ച് കിട്ടി. നമുക്ക് ഇനി ചെയ്യേണ്ടത് എഫ് ഓഫ് കോസ് എച്ച് ആണ്. എഫ് ഓഫ് കോസ് എച്ച് ആണ്. അതായത് എച്ചിൻ്റെ സ്ഥാനത്തെല്ലാം ആരെ കൊണ്ടുവരണം? എഫ് ഓഫ് കോസ് എച്ചിനെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നമുക്ക് എഫ് ഓഫ് എച്ചിൻ്റെ അകത്ത് 1 മൈനസ് എച്ചിൻ്റെ സ്ഥാനത്ത് ആരെ കൊണ്ടുവരിക? 1 മൈനസ് കോസ് എച്ച്
divided by 1 plus cos h divided by 1 plus hന്റെ സ്ഥാനത്ത് 1 plus 1 minus 1 minus cos h divided by 1 plus cos h അല്ലേ. ഇവിടെ ഈ എച്ചിൻ്റെ സ്ഥാനത്ത് ഈ എഫ് ഓഫ് എക്സ് ആണ് വരേണ്ടത്. അപ്പം ഈ എച്ച് വരേണ്ടടുത്തെല്ലാം ആരെ കൊണ്ടുവരിക? ഈ എഫ് ഓഫ് എച്ചിനെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നോക്കിയേ 1 മൈനസ് ഈ എച്ചിന് പകരം ഇവിടുത്തെ എഫ് ഓഫ് എച്ച് വന്നു ബ്രാക്കറ്റിൽ. ഇനി 1 പ്ലസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ത് വരും? 1 പ്ലസ് ഈ എച്ചിന് പകരം എന്ത് വന്നു? 1 മൈനസ് കോസ് എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എച്ച് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് 1 മൈനസ് കോസ് എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എച്ച് the whole divided by 1 plus 1 minus cos h divided by 1 plus cos h. ഇതല്ലേ 1 minus cos h by 1 minus cos h. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ മുമ്പേ LCM ഒക്കെ എടുത്ത പോലെ തന്നെ 1 plus cos h മൈനസ് 1 minus cos h divided by 1 plus cos h the whole divided by 1 plus cos h. LCM എടുക്കുമ്പോൾ എന്ത് വരും? 1 minus cos h വരും. 1 plus cos h plus 1 minus cos h ബ്രാക്കറ്റില്ല ഡിവൈഡഡ് ബൈ 1 plus cos h ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് 1 plus cos h ആകും. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി അല്ലേ. മിച്ചം എന്താ ഉള്ളത്? 1 plus cos h ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം മൈനസ് 1 plus cos h. ഓക്കെ, പ്ലസ് cos h ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? 1 plus cos h പ്ലസ് 1 ഈ പ്ലസ് ഇൻറ്റു മൈനസ് തന്നെ മൈനസ് cos h വരും. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. ഇവിടെ ഒരു പ്ലസ് കോസ് എച്ച് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് കോസ് എച്ച് ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയി പോകുമല്ലോ. മിച്ചം ഒന്നുണ്ട് കോസ് എച്ച് പ്ലസ് കോസ് എച്ച്, ന്യൂമറേറ്ററിൽ 2 കോസ് എച്ച് ഉണ്ട് ഡിവൈഡഡ് ബൈ 1 + 1 ഉണ്ട്, 2 ഉണ്ട്. മുകളിൽ നമുക്ക് കോസ് എച്ച് പ്ലസ് കോസ് എച്ച് എന്ന് പറയുന്നത് 2 കോസ് എച്ച് ആണ് ഡിവൈഡഡ് ബൈ 2, രണ്ടും ക്യാൻസൽ ആയി പോകും. ആൻസർ ഈസ് കോസ് എച്ച് ആണ്. ഓക്കെ, അപ്പോൾ കോസ് എച്ചിൻ്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഇതുപോലെ എടുത്തു കഴിഞ്ഞാലും കോസ് എച്ച് തന്നെ കിട്ടും. ദറ്റ് ഈസ് ഓപ്ഷൻ 2 കോസ് എച്ച് ആണ്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ ബൈജക്റ്റീവ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ബൈജക്റ്റീവ് 1 ആണോ ഇൻറ്റു ആണോ, ബൈജക്റ്റീവ് 1 ആണോ മിനി 1 ആണോ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻവേഴ്സ് കാണാനുണ്ടാവും, ഫംഗ്ഷൻ ഓടാണോ ഈവൺ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ളതുണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ് ഇക്വലൻസ് റിലേഷൻ ഉണ്ടാവും, റിലേഷൻ്റെ ഇൻവേഴ്സ് കാണാനുണ്ടാവും, ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാനുണ്ടാവും. ഇതാണ് മെയിനായിട്ട് നമ്മുടെ സെക്കൻഡ് ഇയറിലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, ഇല്ല ചോദിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.